ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ റഹ്മാനേ. ലഹരിക്കടിമപ്പെട്ടുപോയ മക്കളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. പേടിയാകുന്നു നാഥാ, കാലഘട്ടത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോ അറിയുമ്പോ പേടിയാകുന്നു. അല്ലാ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, വേണ്ട മോനെ, ലഹരി നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അത് പരാജയമാണ്, മറക്കണ്ട. ഉമ്മയെ തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് ലഹരി നിന്നെ കൊണ്ടെത്തിക്കും. പാപ്പയെ തിരിച്ചറിയാത്ത രൂപത്തേക്ക് ലഹരി നിന്നെ കൊണ്ടെത്തിക്കും. ഭാര്യയെ തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് ലഹരി നിന്നെ കൊണ്ടെത്തിക്കും. വേണ്ട മോനെ, അതിൽ നിന്ന് ജാമ്യമെടുത്ത് എന്നേക്കുമായി വിട പറയണം. വിട പറഞ്ഞേ പറ്റൂ. അല്ലാഹുവേ, ഓരോ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന ന്യൂസുകൾ എത്ര ഭയാനകമാണ്, എത്ര വിഷമമാണ്. എന്നിട്ടും മനസ്സിന്റെ അകത്തൊരു കുറ്റബോധം വരാത്തത് ലഹരി അത്രത്തോളം ആ ശരീരത്തിൽ അതിക്രമിച്ച് കയറിയത് കൊണ്ടാണ്. അല്ലാഹ് നന്നാക്കി കൊടുക്കട്ടെ. വേണ്ട മക്കളെ, ചെറിയ ഒരു സുഖത്തിന് വേണ്ടി, താൽക്കാലിക സുഖത്തിന് വേണ്ടി നിന്റെ ശരീരത്തിൽ അല്ലാഹ് തന്ന ഒരു സുഖമുണ്ട്, അല്ലാഹ് തന്ന ഒരു അവയവമുണ്ട്. അത് അല്ലാഹ് വിലക്കിയ ലഹരി കൊണ്ട് നിന്നെ നശിപ്പിക്കുന്ന സ്വഭാവം പെട്ടുപോയവരെ കുറ്റപ്പെടുത്തുകയല്ല. മടങ്ങണം, മടക്കണം മക്കളെ. അതിൽ നിന്ന് നമ്മുടെ കൂട്ടുകാര് അതിൽ നിന്ന് മടക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അല്ലാ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനേ. നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അവരെ ചേർത്ത് പിടിക്കണം. ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയത് കൊണ്ട് അവരെ നന്നാക്കാൻ കഴിയൂല. അവരെ ചേർത്ത് പിടിച്ച് ആ സാഹചര്യം ഇല്ലാതെയാക്കണം. അല്ലാഹു അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ നന്നാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഈ അടുത്ത് മരണപ്പെട്ടുപോയ പൊന്നുമ്മ